IPL 2026 ആവേശം പകർന്ന് മത്സരങ്ങൾ തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിക്കറ്റ് ലോകത്ത് പുതിയൊരു വിവാദം പുകയുകയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസം സുനിൽ ഗവാസ്കർ കുറച്ച് കടുത്ത ഭാഷയിൽ തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. വിഷയം മറ്റൊന്നുമല്ല, IPLനെ നിസ്സാരമായി കാണുന്ന വിദേശ താരങ്ങൾ. പല കാരണങ്ങൾ പറഞ്ഞ് അവസാന നിമിഷം ടീമിൽ നിന്ന് പിന്മാറുന്ന താരങ്ങൾക്കെതിരെ കടുത്ത നടപടി വേണം എന്നാണ് ഗവാസ്കർ ആവശ്യപ്പെടുന്നത്. എന്താണ് ഇതിന് പിന്നിലെ യഥാർത്ഥ കാരണം? ഈ വർഷത്തെ IPL സീസൺ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ചില പ്രമുഖ ഓസ്ട്രേലിയൻ താരങ്ങൾ പിന്മാറിയതാണ് ഗവാസ്കറെ ചൊടിപ്പിച്ചത്. മിച്ചൽ സ്റ്റാർക്ക്, പാറ്റ് കമ്മിൻസ്, ജോഷ് ഹേസൽവുഡ് തുടങ്ങിയ വമ്പൻ പേരുകേട്ട താരങ്ങളെ ക്രിക്കറ്റ് ഓസ്ട്രേലിയ തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ഫിറ്റ്നസ് പ്രശ്നങ്ങളും ജോലിഭാരവുമാണ് കാരണമായി പറയുന്നത്. ഇതുകൂടാതെ ന്യൂസിലൻഡ് താരം ലോക്കി ഫെർഗൂസനും വ്യക്തിപരമായ കാരണങ്ങളാൽ സീസണിന്റെ ആദ്യ പകുതിയിൽ ഉണ്ടാവില്ലെന്ന് അറിയിച്ചു കഴിഞ്ഞു. ഫ്രാഞ്ചൈസികൾ കോടികൾ മുടക്കി ഒരു ടീമിനെ സെറ്റ് ചെയ്തു വരുമ്പോൾ അവസാന നിമിഷമുള്ള ഇത്തരം പിന്മാറ്റങ്ങൾ ടീമിന്റെ പ്ലാനിങ്ങിനെ പാടെ തകർക്കുന്നു എന്നതാണ് പ്രധാന പരാതി. ഗവാസ്കർ തന്റെ കോളത്തിലൂടെ ചോദിക്കുന്ന ലളിതമായ ഒരു ചോദ്യമാണ്: ഇന്ത്യൻ അതിഥീയ സൽക്കാരത്തെ ഈ വിദേശ താരങ്ങൾ വിലകുറച്ച് കാണുകയാണോ? അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ഫ്രാഞ്ചൈസി ഉടമകൾ ഈ താരങ്ങളെ പൊന്നുപോലെയാണ് നോക്കുന്നത്. അവരുടെ കുടുംബത്തിന് വരെ ഇന്ത്യയിൽ വന്ന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. ഇതൊക്കെ ഒരു അവകാശമായി ചില താരങ്ങൾ കാണുന്നു. പരിക്ക് പോലെയുള്ള ഗുരുതരമായ കാരണങ്ങളില്ലാതെ ലേലത്തിന് ശേഷം IPL നിന്ന് വിട്ടുനിൽക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഇത്തരം താരങ്ങളെ ലേലത്തിൽ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഇവർ തങ്ങളുടെ ലഭ്യത വ്യക്തമാക്കണമായിരുന്നു. ഗവാസ്കറുടെ നിർദ്ദേശം ഇതാണ്: ഇത്തരം താരങ്ങളെ ഫ്രാഞ്ചൈസികൾ ടീമിൽ നിന്ന് പുറത്താക്കണം. എങ്കിൽ മാത്രമേ ഭാവിയിൽ മറ്റുള്ളവർക്ക് ഇതൊരു പാഠമാകൂ. ഗവാസ്കർ മാത്രമല്ല, അശ്വിനും സമാനമായ അഭിപ്രായം പങ്കുവച്ചിട്ടുണ്ട്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 25 കോടിക്ക് മുകളിൽ നൽകി വാങ്ങിയ കാമറൂൺ ഗ്രീനിന്റെ കാര്യമാണ് അദ്ദേഹം ഉദാഹരണമായി പറഞ്ഞത്. ഓസ്ട്രേലിയൻ ബോർഡ് താരം എത്ര ഓവർ എറിയണമെന്ന് നിയന്ത്രിക്കുകയാണെങ്കിൽ അവർക്ക് നൽകുന്ന ശമ്പളത്തിലും കുറവ് വരുത്താൻ ഫ്രാഞ്ചൈസികൾക്ക് അധികാരം വേണമെന്ന് അശ്വിൻ പറയുന്നു. ചുരുക്കത്തിൽ, പണം നൽകുന്ന ഉടമകൾക്കും ടീമിനും വേണ്ടി 100% സമർപ്പിക്കാൻ തയ്യാറല്ലാത്തവർ എന്തിന് IPLൽ വരണമെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. IPL എന്നത് വെറുമൊരു വിനോദമല്ല, മറിച്ച് കോടികളുടെ നിക്ഷേപവും കോടിക്കണക്കിന് ആരാധകരുടെ വികാരവുമാണ്. ഗവാസ്കർ ഉയർത്തിയ ഈ വിഷയം വരും ദിവസങ്ങളിൽ BCCIയും ഗൗരവമായി ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്.